പല കേസുകളിലും നിർണായകമായ തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പ്രതികൾക്കൊപ്പം ജയിലിൽ കഴിയുന്ന സഹതടവുകാരിൽ നിന്നാകും. രഹസ്യ വിവരങ്ങൾ അറിയാനായി പോലീസ് പ്രതികൾക്കൊപ്പമുള്ള തടവുകാരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതും സാധാരണമാണ്. കൊലക്കേസിൽ അകപ്പെട്ട് ജയിലിലായ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോർ അങ്ങ് ഓസ്ട്രേലിയയിലെ ജയിലിലെ കൂടെയുണ്ടായിരുന്ന തടവുകാരനോട് അറിയാതെ തുറന്നു പറഞ്ഞ നിർണായക വിവരമാണ് ഇനി കേരളത്തിൽ മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ ആന്റണി രാജുവിന് തൊണ്ടി മുതൽ തിരിമറി കേസ് എന്ന പേരിൽ കുരുക്കായത്. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആൻഡ്രൂ സാൽവദോർ സർവലിയ എന്ന ഓസ്ട്രേലിയൻ പൗരനാണ് ആന്റണി രാജുവിനെ വർഷങ്ങൾക്ക് ശേഷം പ്രതിക്കൂട്ടിൽ നിർത്തിയതെന്ന് പറയാം. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 61 ഗ്രാം ഹാഷിഷുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആൻഡ്രൂ പിടിയിലായതാണ് കേസിന്റെ തുടക്കം. ഹാഷിഷ് ഒളിപ്പിക്കാൻ ഉപയോഗിച്ച അടിവസ്ത്രമായിരുന്നു കേസിലെ പ്രധാന തൊണ്ടിമുതൽ. കേസിൽ പ്രതിക്കായി വാദിച്ചത് പ്രശസ്ത അഭിഭാഷകനായ സെലിൻ വിൽഫ്രഡ് ആണ്. മാസങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കേസ് പരാജയപ്പെട്ടു. ആൻഡ്രൂവിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണനാണ് വിധി പറഞ്ഞത്. ഈ സമയം സെലിന്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു നിയമവിരുദ്ധം നേടിയ നമ്മുടെ ആന്റണി രാജു. കേസിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ആൻഡ്രൂവിനായി ഇത്തവണ വക്കാലത്തെടുത്തത് കുഞ്ഞിരാമ മേനോനാണ്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹാഷിഷ് കടത്തിയ കേസിൽ ഹൈക്കോടതി ആൻഡ്രൂവിനെ വെറുതെ വിടുന്നു. വെറുതെ വിടാനുള്ള കാരണമോ തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ലാത്തതുകൊണ്ടും. ഇവിടെ ആൻഡ്രൂവിനെ സഹായിച്ചത് പോലീസ് ഹാജരാക്കിയ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രമാണ്. അടിവസ്ത്രം ആൻഡ്രൂവിൻ്റേതല്ലെന്ന വാദമാണ് കോടതിയിൽ വിജയിച്ചത്. സംഭവിച്ചത് ഇതാണ്: ആൻഡ്രൂ ജയിലിലായി 4 മാസം കഴിഞ്ഞപ്പോൾ ബന്ധു പോൾ കോടതിയിലെത്തുന്നു. ആവശ്യമില്ലാത്ത സ്വകാര്യ വസ്തുക്കൾ കൈമാറണമെന്ന ഹർജിയിൽ പോളും ആന്റണി രാജുവും സ്വകാര്യ വസ്തുക്കൾക്കൊപ്പം കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങി. ഈ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി പഴയതുപോലെ തുന്നിപ്പിടിപ്പിച്ച് വിചാരണയ്ക്ക് തൊട്ടു മുൻപ് കോടതിയിൽ തിരികെ സമർപ്പിച്ചു. ഈ അടിവസ്ത്രമാണ് പ്രതിക്ക് കോടതിയിൽ നേട്ടമായത്. പക്ഷെ കോടതി വെറുതെ വിട്ടതോടെ ഓസ്ട്രേലിയക്ക് പറന്ന ആൻഡ്രൂ അവിടെ ഒരു കൊലക്കേസിൽപ്പെട്ട് വീണ്ടും ജയിലിലാകുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്ന ആൻഡ്രൂവിന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നു. ജയിലിൽ സഹതടവുകാരനോട് ആൻഡ്രൂവിന്റെ വീരവാദം പണിയായി. വിവരങ്ങൾ മുഴുവൻ കേട്ടറിഞ്ഞ സഹതടവുകാരൻ ജയിൽ അധികൃതരോട് ആൻഡ്രൂ പറഞ്ഞ വിവരങ്ങൾ പറഞ്ഞു. ഇതറിഞ്ഞ ജയിലധികൃതർ വിവരങ്ങൾ ഇന്റർപോൾ മുഖേന സഹതടവുകാരന്റെ മൊഴി CBIക്ക് കൈമാറി. CBI കേരള പോലീസിന് കത്ത് നൽകി. അങ്ങനെയാണ് ആന്റണി രാജുവിലേക്ക് കേസെത്തുന്നത്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചു. കൃത്രിമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകി. ഇതോടെ 2006 ഫെബ്രുവരി 13-ന് കേസെടുത്തു. ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമായി. ഉത്തരമേഖല IG ആയിരുന്ന TP സെൻകുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിലെ നിർണായക തെളിവായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയത് കോടതിയിലെ ക്ലർക്ക് KS ജോസും ആന്റണി രാജുവും ചേർന്നാണെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. ഏതായാലും കുടുങ്ങി, അത്ര തന്നെ.